ബിഗ് ബോസ് മലയാളം സീസൺ 8 അതെ വരാൻ പോവാണ് സീസൺ 8 തുടങ്ങിയാലോ പ്രഡിക്ഷൻ ലിസ്റ്റ് ബിഗ് ബോസ് നേരിട്ട് വിളിക്കാൻ പോകുന്ന 10-12 പേരുണ്ട് ഈ വർഷം വൈറലായി മാറി ബിഗ് ബോസ് വിളിച്ചില്ലെങ്കിൽ നഷ്ടമാണ് ബിഗ് ബോസിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും ഇവരൊക്കെ ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ആൾക്കാരെന്ന് അറിയണ്ടേ ഇവരൊക്കെ ബിഗ് ബോസിനകത്ത് വരുമോ ഇത് പ്രഡിക്ഷൻ ആണോ എന്താണെന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയാം So guys, welcome back to Ansif Moonlight Media. I am Ansif. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത്. അപ്പോൾ ആക്ച്വലി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു 2026 ആയി പ്രഡിക്ഷൻ ലിസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇട്, ആകെ ഒരു വീഡിയോ എന്തോ കുറേ നാളെ മുന്നേ ഇട്ടതാണ്, എന്തെങ്കിലും ഒരു വീഡിയോ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇടുന്ന്. ആക്ച്വലി ബിഗ് ബോസിന്റെ ഓഡീഷനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ തുടങ്ങുമായിരിക്കാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ പിന്നീട് ഇടാം. പക്ഷേ ഇപ്പൊ ബിഗ് ബോസ് ആരെയൊക്കെ വിളിക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ വേണം നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഇറക്കി വിട്ടുകൊടുക്കാൻ. കാരണം ബിഗ് ബോസ് കറക്റ്റ് വിളിക്കാൻ പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇവര്. ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, പക്ഷേ ബിഗ് ബോസ് ഇവർ എന്തായാലും വിളിക്കും. കാരണം ഇവർ 2025 അത്രമാത്രം വൈറലായി മാറിയ താരങ്ങളാണ്. അപ്പൊ ഇവരെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ഫാക്ടറിന് ഒരു കുറവുണ്ട്. അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കുറെ കൂടിയൊക്കെ എന്റർടൈൻമെന്റ് ഫാക്ടർ നമുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് കോമഡി ആണോ സട്ടയർ ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, നിങ്ങൾ ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് വേണം കമന്റ് രേഖപ്പെടുത്താനായിട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ ബിഗ് ബോസ് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുടെ പേരാണ്. ഒന്നാമത്തെ പേര് നിങ്ങൾക്കറിയാം, എല്ലാം സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. ഒന്നാമത്തേത് നമ്മുടെ നോക്ക മക്കളെ നോക്കങ്ങോട്ട് ഡേ നമ്മുടെ ആദംസ് ആപ്പിൾ, അതായത് ആകാശ് പരമേശ്വരൻ. പുള്ളിയെ ബിഗ് ബോസ് വിളിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലെ നമ്മുടെ നോക്ക മക്കളെ ഉണ്ടാക്കി വെക്കുന്ന വിവാദങ്ങളും അതുപോലെ തന്നെ വീഡിയോയുടെ റീച്ചും വൈറലും പുള്ളിയുടെ ഒരു നമ്മുടെ എന്റർടൈൻമെന്റ് ഫാക്ടറാണ് പുള്ളി. ദെൻ രണ്ടാമത്തെ പേര് സോഷ്യൽ മീഡിയയിൽ എയറിലൂടെ കയറി പുതിയ പുതിയ ലോകങ്ങൾ സൃഷ്ടിച്ച് ഇപ്പോൾ വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ടീച്ചറും ആക്ടിവിസ്റ്റുമായിട്ടുള്ള നമ്മുടെ സ്വന്തം ദ വൺ ആൻഡ് ഓൺലി ശ്രീലക്ഷ്മി അറക്കൽ. ചെസ് നമ്പർ 2 ഓൺ ദ ഫ്ലോർ. നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ. ലാലേട്ടനൊക്കെ തറ വിളിക്കുമെങ്കിലും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ലാലേട്ടൻ എന്തോ മഹാനടൻ, അങ്ങനെ ദിലീപിന്റെ സിനിമ ഇപ്പൊ അഭിനയിച്ചപ്പോ ഇവനൊക്കെയാണ് ഒരു മഹാനടൻ എന്നൊക്കെ പറയുമെങ്കിലും ഇത് ബിഗ് ബോസ് ആണ്. അവിടെ ശ്രീലക്ഷ്മി അറക്കലിന് ഒരു പക്ഷേ ഒരു കോൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മുൻ സീസണുകളിൽ ശ്രീലക്ഷ്മിയെ വിളിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ അറിവ്. അടുത്ത മൂന്നാമത്തത്, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രേണുസുതി എന്ന് പറഞ്ഞൊരു ഒരു പോക്കുണ്ടായിരുന്നു. രേണുസുതിയുടെ അതേ ഒരു നിലവാരം നിലനിർത്തിക്കൊണ്ട് രേണുസുതി ഉള്ള അതേ എയർ തട്ടിൽ തന്നെ ഒട്ടും താഴാതെ നിൽക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ചെസ് നമ്പർ 3 ജാസിൽ ജാസി ഓൺ ദ ഫ്ലോർ. നമ്മുടെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസിൽ ജാസി. കഴിഞ്ഞ പ്രാവശ്യം രേണുസുതി എന്തുമാത്രം എന്താ പറയാ നെഗറ്റീവിലേക്കും അതുപോലെ തന്നെ വൈറലിലേക്കും റീച്ചിലേക്കും എയറിലേക്കും പോയോ അതേ അളവിൽ ഒട്ടും കുറയാതെയാണ് ജാസി നിൽക്കുന്നത്. സോ ജാസി വിൽ ബി ഇൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ദെൻ അടുത്ത നാലാമത്തത്, ജാസി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആര് വേണം? ജാസി ഉണ്ടെങ്കിൽ അടുത്ത് ജാസിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നോക്കൂ, വേണമല്ലോ അവിടെ. അപ്പോ ജാസിക്ക് ഓപ്പോസിറ്റ് നിൽക്കാനായിട്ടും അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. സട്ടയറിക്കലി നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ഫാക്ടർ കിട്ടുന്ന ലെവലിലാണ് പുള്ളിയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം ബൈച്ചേട്ടൻ, ഞാൻ അങ്ങനെ പറയുള്ളൂ, ബൈജു ചേട്ടൻ, ബൈജൂസ് വ്ലോഗ്സ്. അറിയാലോ, നമ്മുടെ ജാസിയൊക്കെ ഇഷ്ടം പോലെയാണ് ട്രോൾ ചെയ്തിട്ടുള്ളത്. നോക്ക് മക്കളെ നോക്ക്, അത് നമ്മുടെ ആദംസ് ആപ്പിള്. പ്രേക്ഷകരെയും നോക്കൂ, ഇത് നമ്മുടെ ബൈജു ചേട്ടൻ. സോ ബൈജു ചേട്ടൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വൈ? ബിക്കോസ് നമ്മൾ ചിരിച്ച് ചാവും ബൈജു ചേട്ടനും ജാസിയൊക്കെ ഉള്ള ഒരു സീസൺ ആണെങ്കിൽ, ഒരുമിച്ച് ഉള്ള ഒരു സീസൺ ആണെങ്കിൽ. ദെൻ അടുത്ത് അഞ്ചാമത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത്, കുറച്ചു കാലം മുമ്പ് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു വെർഷൻ എന്ന് പറഞ്ഞ് വന്നിരുന്ന മലയാളി ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഫോട്ടോ എടുക്കട്ടെ. അപ്പം മലയാളി ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് പുള്ളി. വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെയൊക്കെ ആൾക്കാരൊരു വാക്ചാതുര്യം കൊണ്ട് നിലനിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പൊ റീസെന്റ് കുറെ വീഡിയോസിലെല്ലാം പുള്ളിക്കാരൻ വൈറൽ ആവുന്നുണ്ട്. ഞാൻ സന്തോഷ് പണ്ഡിറ്റിന്റെ പഴയ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത്.
ഫോട്ടോ ഞാൻ തപ്പിയിട്ട് എടുത്ത് വെച്ചില്ല, മറന്നുപോയി. സന്തോഷ് പണ്ഡിറ്റ്, അറിയാവോ സന്തോഷ് പണ്ഡിറ്റിനെ? പണ്ട് മലയാളി ഹൗസിൽ വന്നിട്ടുണ്ട്. മലയാളി ഹൗസ് ബിഗ് ബോസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ വിളിക്കുമോ എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഇത്രയും നേരം നമ്മൾ എന്തായാലും ഇവരെയൊക്കെ വിളിക്കും എന്നുള്ള ലെവലിലാണ്. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് ഫാമിലിയിൽ നിന്നും 2 പേരുടെ പേര് നമുക്ക് പറയാം. എപ്പോഴും ഏഷ്യാനെറ്റിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രം ഞാൻ 2 പേരുടെ പേര് പറഞ്ഞു വെക്കുന്നു. ഇവരെ 2 പേരെയും മുൻ സീസണുകളിൽ വിളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ 2 പേരും വൈഫും ഹസ്ബൻഡും ആണ്. വേറെ ആരുമല്ല, നമ്മുടെ ആക്ടറും ആക്ട്രസും ആയിട്ടുള്ള യുവയും മൃദുലയുമാണ്. യുവ കൃഷ്ണയും മൃദുല വിജയുമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 2 പേരെ മുൻ സീസണുകളിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്. ഞാൻ 2 പേരുടെ ഫോട്ടോ ഒരുമിച്ച് കാണിച്ചത് ഒന്നുകിൽ യുവ ആയിരിക്കാം, ഇല്ലെങ്കിൽ മൃദുല ആയിരിക്കാം. 2 പേരെയും വിളിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് 2 പേരോട് ഒരുമിച്ച് പോകാൻ സാധ്യതയില്ല. എന്നാലും ഒരാളെങ്കിലും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത 7ാമത്തെ പേര് ഞാൻ പറയുന്നത്, ഇതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ ഫെമിനിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മെയിൽ ഷോവനിസ്റ്റുകളും ഉണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ സ്വന്തം രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ. അപ്പം രാഹുൽ ഈശ്വറും ഈ സീസണിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ ഒത്തിരി അധികം തന്നെ കാണുന്നുണ്ട്. അടുത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അധികം ആൾക്കാർ ഫോളോ ചെയ്തിരിക്കുന്ന കൊളാബും പ്രൊമോഷൻസ് ഒക്കെ കൊണ്ട് അവർക്ക് തന്നെ ഇരിക്കപ്പൊരുതിയില്ല. ആരാണ്? ഞാൻ മഞ്ജുന്റെ പെണ്ണാടാ, മഞ്ജുന്റെ പെണ്ണ്. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് അറിയോ? അവളുടെ കൂടെ ഒരു ആണുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാ. അവരുടെ പേരും കൂടെ ഞാൻ പറയാണ്. മഞ്ജുനും സുനിതയുമാണ്. എനിക്ക് തോന്നുന്നു ഒരു കോമണർ കാറ്റഗറിയിൽ മേ ബി കോമണേഴ്സിൽ നിന്നും പരിഗണിക്കുകയാണെങ്കിൽ ഇവരെ വിളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. വൈ? ബിക്കോസ് ഇവർക്ക് ഇപ്പം സോഷ്യൽ മീഡിയക്കകത്തുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ. ഇവരും പ്രേമിച്ച് വിവാഹം കഴിച്ച് ഇപ്പം തെരുവോരത്ത് ഒരു കുടിലൊക്കെ കെട്ടി താമസിക്കുന്നതാണ്. അപ്പം ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ, ഇത്രയും സാധാരണ ലെവലിൽ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യും? അവരെടുത്ത് ബാക്കിയുള്ളവരുടെ അപ്രോച്ച് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കാണാൻ നമുക്കൊരു ബെസ്റ്റ് അവസരമാണ്. സോ മേ ബി ഇവരെയും ബിഗ് ബോസ് വിളിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം കൊളാബറേഷൻസ് വരെ കിട്ടുന്നുണ്ട്. ദെൻ എന്തുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചാൽ ഇപ്പോൾ പ്രശ്നം? സോ അവിടെ ഇരിക്കട്ടെ, എന്നെ കളിയാക്കരുത്. ഞാൻ സോഷ്യൽ മീഡിയ ട്രെൻഡ് നോക്കിയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ദെൻ 9ാമത്തത്, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. മുൻപും വൈറലാണ്, ഇപ്പോഴും വൈറലാണ്. നമ്മുടെ ഗെയിമറും സ്ട്രീമറുമായിട്ടുള്ള തൊപ്പിയെയും ബിഗ് ബോസ് ഇത്തവണ വിളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത് 10ാമത്തത്, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോടാ നാറി? നിന്നെ 4 പേര് അറിയുമോ എന്ന് ചോദിക്കുന്ന നമ്മുടെ സ്വന്തം നാഗ സൈരന്ദ്രി, ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. കഴിഞ്ഞ വർഷം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ കാറ്റഗറി പറയാത്തതുകൊണ്ട് എന്നെ 2 മുഴം പ്രാഗി കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഇട്ടിരുന്നത്. സോ ഞാനൊരു പേര് നാഗ സൈരന്ദ്രിക്ക് കൊടുക്കുന്നു, സകല കലാ വല്ലഭ. ഓക്കെ, സകല കലാ വല്ലഭയായിട്ടുള്ള നമ്മുടെ ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. ഞാൻ ഇവരുടെ പേര് പറയാൻ ഒരു റീസണും കൂടെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ തമിഴ് സീസണകത്ത് അവർ അഘോരി കലൈരസൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൾദൈവം പോലെ തോന്നിക്കുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്ന ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് നാഗസൈരന്ദ്ര ഇപ്പൊ ആൾദൈവമാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിളിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവരെ തെറി വിളിക്കുമെന്നൊക്കെ ഉള്ളത്, അവരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർ തെറി വിളിക്കും, ഇല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. നിങ്ങൾ അവരെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അടുത്തത് 11ാമത്തത്, നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ സ്ത്രീപക്ഷത്തിൽ നിന്നും ഒരാളാണ്. ആരാണ്? നമ്മുടെ സ്വന്തം പ്രിയങ്ക ചേച്ചിയാണ്. പ്രിയങ്ക അനൂപാണ്. എവിടെ ഫോട്ടോ? പ്രിയങ്ക അനൂപാണ്. ഇതാണ് പ്രിയങ്ക ചേച്ചി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന. പുരുഷന്മാരും ഒട്ടും പിന്നിലല്ല, പുരുഷന്മാരാണ് മുന്നിൽ. ഒരു പടി മുന്നിൽ പുരുഷന്മാർ തന്നെയാണ്. പുരുഷന്മാരായ 2 എണ്ണം അടിക്കണം. വീട്ടിൽ വന്നിട്ട് 2 എണ്ണം അടിച്ച് ഞാൻ എൻ്റെ ഭർത്താവിന് മിച്ചറും ചിക്കൻ പൊരിച്ചതൊക്കെ ഞാൻ വെച്ച് കൊടുക്കില്ലെങ്കിൽ ഒരു വിലയിൽ പോയി കുടിക്കത്തില്ലേ എന്ന് ചോദിക്കുന്ന നമ്മുടെ സ്വന്തം പ്രിയങ്ക ചേച്ചി. സോ പ്രിയങ്ക ചേച്ചിയും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത് 12ാമത്തെയും അവസാനത്തെയും പേരായിട്ട് ഞാൻ പറയുന്ന നമ്മുടെ സ്വന്തം സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ 2 ദിവസം കൂടി കോൺട്രവേഴ്സികൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, രേഖ രതീഷാണ്. സീനിയർ ആർട്ടിസ്റ്റ് ആണ്. കഴിഞ്ഞ വർഷവും നമ്മൾ അവസാന ലിസ്റ്റ് വരെ പേര് പറഞ്ഞിട്ട് ഔട്ടായി പോയ ഒരു ആളാണ് രേഖ ചേച്ചി. അപ്പൊ രേഖ ചേച്ചിയും ഈ സീസണിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിലോട്ട് കടന്നിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും എല്ലായ്പ്പോഴും ബിഗ് ബോസിൽ വരാറുണ്ട്. സോ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഒരു എന്റർടൈൻമെന്റ് വൈറൽ ഫാക്ടേഴ്സ് ഓഫ് 2025 ആൻഡ് ഇപ്പൊ ഇതുവരെയുള്ള 2026 ആൾക്കാർ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരിൽ എല്ലാവരും വരുമെന്നല്ല, 1, 2, 3, 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ എന്റർടൈൻമെന്റ് ഫാക്ടർ കിട്ടും. അതാണ് ഇത്. ഞാൻ ആരെയും ട്രോളാൻ വേണ്ടിയിട്ടോ സട്ടയറിക്കലി എടുത്ത വീഡിയോസ് ഒന്നും അല്ല.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എ ഒരു കണ്ടസ്റ്റന്റ് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ ബി, അതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ സി, അങ്ങനെ കണക്ട് ചെയ്താണ് ഞാൻ ഇത്രയും പേരുകൾ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി കുറേ ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ കുറച്ചുകൂടി വൈകും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും വൈകത്തൊന്നുമില്ല, പക്ഷേ കുറച്ച് വൈകും. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സുകൾ ഇളക്കി വിടാനുള്ള സമയം അടുത്തായിരിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ, ഇതിനകത്ത് ആരെങ്കിലും വരണോ വരണ്ടേ എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.